നമസ്കാരം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2015 തുടക്കം. 2015 സിറ്റിസൺ റിപ്പോർട്ടറിന്റെ ആദ്യ അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. 2014 നവംബർ 1 സിറ്റിസൺ റിപ്പോർട്ടർ അതിന്റെ പ്രയാണം തുടങ്ങിയത്. സാധാരണക്കാരനെ ആഴത്തിലുള്ള വാർത്താരചനയ്ക്ക് പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള യാത്ര. ഇപ്പോൾ നടക്കുന്നത് രണ്ടാം റൗണ്ട് മത്സരങ്ങളാണ്. മത്സരാർത്ഥി കൊണ്ടുവരുന്ന 3 വാർത്തകളാണ് വേദിയിൽ മത്സരത്തിന് പരിഗണിക്കുന്നത്. മന്ത്രിക്കൊരു കത്ത്, അതുപോലെ കൗതുക വാർത്ത, പിന്നീടൊന്ന് മത്സരാർത്ഥി തന്നെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന അഴിമതി സംബന്ധിച്ച ഒരു വാർത്ത. മത്സരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജായി എത്തിയിരിക്കുന്നത് ചലച്ചിത്ര നടിയും മലയാള സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ കവരുകയും ചെയ്ത വീണയാണ്. വീണയെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാനൽ ജഡ്ജ് ഹരീഷ് പി കടയപ്രത്. മറ്റൊരു പാനൽ ജഡ്ജ് അനുജ. 3 വിധികർത്താക്കൾക്കും സിറ്റിസൺ റിപ്പോർട്ടറിന്റെ പുതുവത്സര ആശംസകൾ. സിറ്റിസൺ റിപ്പോർട്ടർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നവവത്സരാശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും സിറ്റിസൺ റിപ്പോർട്ടറിൻ്റെയും റിപ്പോർട്ടർ ടിവിയുടെയും പുതുവത്സരാശംസകൾ. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സിറ്റിസൺ റിപ്പോർട്ടറുടെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ നവവത്സരാശംസകൾ. വിധികർത്താക്കളെ പരിചയപ്പെട്ടു. ഇനി പുതുവത്സരത്തിൻ്റെ എല്ലാ ആവേശത്തോടും കൂടി, പുതുവത്സരത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളോടും കൂടി മത്സരാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമെത്തുന്നു അജയ് എസ് കുമാർ. അജയ് സർ, ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു. 2014 അവസാന ഭാഗത്താണ് അജയ് സിറ്റിസൺ റിപ്പോർട്ടറിൽ ആദ്യമായി എത്തുന്നത്. അതെ. എങ്ങനെയുണ്ടായിരുന്നു പ്രതികരണം? നല്ല പ്രതികരണമായിരുന്നു. കൂടുതലും ന്യൂസ് റീഡിങ്ങിനെ പറ്റിയായിരുന്നു എല്ലാവരും ചോദിച്ചത്. കാരണം അത് കുറച്ച് അധികം ആർക്കും അറിയാത്ത സംഭവം. അതിൻ്റെ പിന്നിലുള്ള കഥ, അതായത് എങ്ങനെ പ്രോംപ്റ്റ് നോക്കി വായിക്കുക, അപ്പോൾ അതിനെപ്പറ്റിയാണ് കൂടുതൽ മത്സരത്തിനെ പറ്റി ചോദിച്ചത്. പിന്നെ മോശമല്ലാത്ത പ്രകടനം നടത്തി കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്തണമെന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും അഭിപ്രായപ്പെട്ടു. രണ്ടാം റൗണ്ട് മത്സരങ്ങളുടെ പ്രത്യേകതകൾ അറിയാമോ? അറിയാം. 3 മത്സരങ്ങളാണ് അജയ് വിജയിക്കേണ്ടത്. അറിയാം. ഒരു സിറ്റിസൺ റിപ്പോർട്ടറിൻ്റെ ഉത്തരവാദിത്വം എത്രമാത്രം വലുതാണെന്ന് തെളിയിക്കുന്ന മത്സരങ്ങളാണിത്. അതെ, തീർച്ചയായും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ രണ്ടാമത് മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിതീഷ്. നിതീഷ്, ആ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചോ? ഏകദേശമൊക്കെ ഏകദേശമൊക്കെ ആഘോഷിച്ചേ ഉള്ളൂ. ഏകദേശം ആഘോഷം മതിയായിരുന്നോ? അല്ല, എല്ലാ ന്യൂ ഇയറിലും വരുമ്പോൾ പുതിയ പുതിയ പ്രോമിസുകൾ എടുക്കും. പലതും പാലിക്കപ്പെടാറില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ മൂന്നാമത് മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷഹസാദി. ഷഹസാദി, ചേട്ടാ, ഈ രണ്ടാം റൗണ്ടിന്റെ പ്രത്യേകതകൾ ഷഹസാദിക്ക് അറിയാം. വാർത്തകളുടെ പ്രാധാന്യം അറിയാം. മത്സരത്തിന്റെ ഗൗരവ സ്വഭാവം അറിയാം. എല്ലാവിധ ആശംസകളും. 3 മത്സരാർത്ഥികളെയും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. മത്സരങ്ങൾക്ക് കാഹളം ഊതുകയായി. ആദ്യ മത്സരത്തിന് എത്തുന്നു അജയ് എസ് കുമാർ. ഏതു മന്ത്രിയെ ലാക്കാക്കിയാണ് അജയ് കത്തെഴുതിയിരിക്കുന്നത്? ഹോം മിനിസ്റ്റർ. രമേശ് ചെന്നിത്തല ഈ വാർത്ത കണ്ടാൽ ഇടപെടും? ഇടപെടണം. ഞാൻ ന്യൂസ് ചെയ്ത രീതിക്ക് അത് അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ നിന്ന് മാറി ഗ്രാമപ്രദേശങ്ങളിലാണ് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതെന്ന് കേരള പോലീസിന്റെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിലെ പ്രധാന 2 നഗരങ്ങളിലെ കണക്കുകൾ പരിശോധിക്കാം. 2012 തിരുവനന്തപുരം നഗരഭാഗത്ത് 41 പീഡന കേസുകളാണ് ഫയൽ ചെയ്തത്. അതേ വർഷം ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 97 ആയിരുന്നു. ഗാർഹിക പീഡന കേസുകൾ 2012 നഗരപ്രദേശങ്ങളിൽ 159 ആയിരുന്നപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 398 ആണ്. 2013 തലസ്ഥാനത്ത് ഗ്രാമപ്രദേശങ്ങളിൽ പീഡന കേസുകൾ 2012 97 നിന്ന് 130 എത്തിയപ്പോൾ 2014 ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇത്തരം കേസുകൾ 75 ആയി. ഇപ്പോൾ നമുക്ക് ഈ ക്രൈംസ് അഗെയിൻസ്റ്റ് വുമൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെബ്സൈറ്റ് തന്നെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. 2012 2013 കൂടി വന്നിട്ടുണ്ടായി. പക്ഷേ 2014
ഏകദേശം കുറവ് വന്നിട്ടുണ്ട്. എല്ലാ മേഖലകളിൽ നമ്മുടെ അത് ശക്തമായിട്ട് പെട്രോളിംഗ്, പിന്നെ എന്ത് ചെറിയ സംഭവമായാലും FIR രജിസ്റ്റർ ചെയ്തിട്ട് നിയമ നടപടികൾ സ്ട്രോങ് ആയിട്ട് എടുത്തു വരികയാണ്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെയും കണക്കുകൾ തലസ്ഥാന നഗരത്തിലെ പോലെ സമാനമാണ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. തിരുവനന്തപുരത്തു നിന്നും സിറ്റിസൺ റിപ്പോർട്ടർ അജയ് എസ് കുമാർ. അജയ്, സർ, ഈ വാർത്ത കണ്ടാൽ രമേശ് ചെന്നിത്തല ഇടപെടേണ്ട ആവശ്യമുണ്ടോ? രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഞാൻ വാർത്ത ചെയ്തത്. ഒന്നാമത്തെ കാര്യം, പൊതുവേ ശാന്ത പ്രദേശങ്ങളാണല്ലോ വില്ലേജ് ഏരിയാസ്. അപ്പോൾ സിറ്റിയിൽ അത്രയും എഫക്റ്റീവായിട്ട് ക്രൈംസ് കുറയുമ്പോൾ വില്ലേജിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പ്രോജക്റ്റ് എഫക്റ്റീവ് ആകുന്നില്ല എന്നുള്ള ഒരാവശ്യമുണ്ട്. അതാണ് ക്രൈംസ് കൂട്ടുന്നത്. സിറ്റിയിൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുത്ത് തിരുവനന്തപുരം. നിർഭയ പദ്ധതി ഗ്രാമങ്ങളിൽ ഫലപ്രദമാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരായിരുന്നോ? മതിയായിരുന്നു. ഞാൻ പിന്നെ കുറച്ചും കൂടി അല്ലെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടി ക്രൈംസിൻ്റെ ഒരു സ്ട്രോങ് ഇത് വരാൻ വേണ്ടി ചെയ്തു. വിധികർത്താക്കളോട് ചോദിക്കാം, വാർത്ത ശക്തമായിരുന്നുവെന്ന്. ഓക്കെ, ഹരീഷേട്ടാ. അജയ്, നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു. H. വെങ്കടേഷ് IPS അല്ലേ, അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ ആഭ്യന്തരമന്ത്രിക്ക് അറിയുന്ന കാര്യങ്ങളുമാണ് അല്ലേ? പിന്നെ എന്താണ് അതിൽ പുതുതായിട്ട് അദ്ദേഹത്തിന് ഉള്ള കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇതെല്ലാം ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടാവും, സൂപ്രണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല. തിരുവനന്തപുരം സിറ്റി ബേസ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഡാറ്റാസ് എല്ലാം ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിലുണ്ടാവും. അദ്ദേഹം സൂപ്രണ്ട് അത് കൊടുത്തിട്ടും ഉണ്ടാവും ഇല്ലേ? അതെ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നതിൽ എന്തർത്ഥമുള്ളത്? സ്റ്റോറി ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചു സർ. പക്ഷേ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറേ വിവരങ്ങളുണ്ട്. അഭിനന്ദനം. അജയ്, കേരളം കുറ്റകൃത്യങ്ങളുടെ നാടാകുന്നു എന്ന് പറയുമ്പോൾ വളരെ പ്രസക്തി ഉള്ളൊരു വിഷയമാണ്. പക്ഷെ ഹരീഷ് പറഞ്ഞ പോലെ ഇത് പോലീസ് തന്നെ പുറത്തുവിടുന്ന കണക്കാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ രേഖകളൊക്കെ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലും ഉണ്ടാകുമല്ലോ. ഇത് അടിസ്ഥാനപ്പെടുത്തിയൊക്കെ ആയിരിക്കും ആഭ്യന്തരമന്ത്രി പിന്നീട് ഓരോ നടപടിയെടുക്കുകയും അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഓരോന്നൊക്കെ പ്രസ്താവനകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഹരീഷ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ കണക്കുകളുടെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഇതൊന്നും എത്തില്ല. അപ്പോൾ അതിന് ഗ്രാഫിക്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പരിമിതി ഉണ്ടാകും. എങ്കിലും ഞാൻ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, ഇത്തരം കണക്കുകൾ വരുമ്പോൾ എപ്പോഴും ഗ്രാഫിക്സ് ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഒരു സ്റ്റോറിയെ കുറച്ചുകൂടി ആകർഷകമാക്കുന്നത്. പിന്നെ ഇത് കത്തായോ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. പക്ഷേ ആ വിഷയം നല്ലതാണ്. ഈ മെറ്റീരിയൽസ് എല്ലാം കിട്ടിയത് പോലീസിൽ നിന്നല്ലേ? അതെ. അത് ഒരു NGO, അതായത് ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ കഴമ്പുള്ള രേഖകൾ കിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു പോലീസ് നമുക്ക് എഫക്റ്റീവായി കിട്ടുമെന്ന്. ഇപ്പോഴും ക്രൈം ബീറ്റ് കൈകാര്യം ചെയ്യുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ മതി, അവർ പോലീസുകാരെ കണ്ണടച്ച് വിശ്വസിക്കില്ല. അജയ് എസ് കുമാറിന് അതൊരു പാഠമാകട്ടെ. അജയ് ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പോലീസിനെ മാത്രം വിശ്വസിച്ച് കുഴിയിൽ ചാടിയ നിരവധി പത്രപ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട്, അത് ഓർക്കണം. വീണ, എന്ത് തോന്നുന്നു? അജയ് എടുത്ത വിഷയം ആനുകാലിക പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് വിഷ്വലി ഇതിൽ നിന്നൊരു ഇമ്പാക്റ്റും ഉണ്ടായില്ല. ഒരു പ്രേക്ഷക എന്ന നിലയിൽ, ഒരു സെലിബ്രിറ്റി ജഡ്ജ് എന്ന നിലയിൽ നിന്ന് എനിക്ക് നോക്കുമ്പോൾ വിഷ്വലി നമ്മളിത് കാണുമ്പോൾ ഇതെന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ആ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന കാര്യങ്ങൾ എന്നതൊഴിച്ചാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ നാട്ടിൽ പോവുകയോ അല്ലെങ്കിൽ കുറച്ച് ഗ്രാമാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള കുറച്ച് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ശല്യവും അല്ലെങ്കിൽ ആൾക്കാരുടെ കമൻറ്റും കാരണം നാട്ടുമ്പുറത്ത് നടക്കാൻ പോലും പറ്റാത്ത ഇഷ്ടം പോലെ റൂറൽ ഏരിയസ് ഉണ്ട്. ഇപ്പോൾ അവിടെ പോയി ലൈവായിട്ട് അവരിൽ നിന്നും കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്ത് അത് ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ സ്ഥാനത്ത് ഇട്ടിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതിന് കുറച്ചുകൂടെ ബലമുണ്ടായിരുന്നേനെന്ന് എനിക്ക് തോന്നി. എനിവേ, ഗുഡ് ജോബ്, ഓൾ ദി ബെസ്റ്റ്. അജയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഇനിയും വാർത്തകൾ കണ്ടെത്താനും അതിനെ സമഗ്രമായ രീതിയിൽ അവതരിപ്പിക്കാനും അജയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. രണ്ടാമത് മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിതീഷ്. നിതീഷ് ചേട്ടാ, അപ്പോൾ വാർത്ത കാണാം. ഇത് തൃശ്ശൂർ ജില്ലയിലെ വടൂക്കരയിൽ സ്ഥിതി ചെയ്യുന്ന സന്മാർഗ ദീപം ഗ്രാമീണ വായനശാല.
1937 തുടക്കം കുറിച്ച ഈ വായനശാല അക്ഷരങ്ങളുടെ ലോകത്തേക്ക് മാത്രമല്ല ഈ ഗ്രാമത്തിനെ കൈപിടിച്ചുയർത്തിയത്, നാടിന്റെ തന്നെ വികസന സ്വപ്നത്തിന് വഴികാട്ടുകയായിരുന്നു. കെ മാധവൻ, കെ കൊച്ചാമി, കെ വേലായുധൻ, VS രാമൻ, PV പരമേശ്വരൻ എന്നിവരായിരുന്നു രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ വായനശാലയുടെ നടത്തിപ്പുകാർ. 94-കാരനായ പരമേശ്വരൻ ഒരു ജനതയെ 15-ാം വയസ്സിൽ വായനയുടെ പൊതുലോകത്തേക്ക് കൈപിടിച്ചു ഉയർത്താൻ പ്രയത്നിച്ച വ്യക്തിയാണ്. ഇപ്പോഴും വായനശാലയെക്കുറിച്ച് പറയുമ്പോൾ പരമേശ്വരൻ ചേട്ടന് 100 വാക്കാണ്. തുടങ്ങി ആരൊക്കെ കൂടിയിട്ട് അച്ഛൻ തുടങ്ങിയ ലൈബ്രറി? ആരൊക്കെ തുടങ്ങിയ? ഞങ്ങൾ 5 പേരാണ്. ആരൊക്കെയാണ്? കെ മാധവൻ, കെ കൊച്ചാമി മാസ്റ്റർ, മന്നേരി രാമൻ മാസ്റ്റർ, വേലായുധൻ. വായനാശീലം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വരും തലമുറ തീർച്ചയായും കണ്ടുപഠിക്കേണ്ട ജീവിതമാണ് പരമേശ്വരൻ ചേട്ടന്റെ. വടൂക്കരയിൽ നിന്ന് നമ്മൾ പരമേശ്വരൻ ചേട്ടനൊപ്പം സിറ്റിസൺ റിപ്പോർട്ടർ നിതീഷ് വൃന്ദാവൻ. ചേട്ടാ, പരമേശ്വരൻ ചേട്ടൻ്റെ വാർത്ത മത്സരാർത്ഥികൾ കണ്ടു, വിധികർത്താക്കൾ കണ്ടു, പ്രേക്ഷകർ കണ്ടു. കൗതുകമാണോ ഉണർത്തിയതെന്ന് ചോദിക്കാം. ഹരീഷേട്ടാ, ആദ്യമായി നിതീഷിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിതീഷ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക്സ് സാർ. നിതീഷിന് മലയാളം ശരിക്കും അറിയില്ല, അതറിയാം. കഴിഞ്ഞ റൗണ്ടുകളിൽ നമ്മളെ വെള്ളം കുടിപ്പിച്ചു, എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇത് അത്യാവശ്യം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു മൃദുവായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ വെറും കൗതുകമല്ല അതിലുള്ളത്, അതിൽ കുറച്ച് ഗൗരവമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് കൗതുകത്തോടൊപ്പം തന്നെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നിതീഷ്, മാഡം, ഈ വായന മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണത്. താങ്ക് യു മാം. പിന്നെ ഭാഷ, അത് ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഹരീഷൊക്കെ പറയുന്നു, നല്ല കാര്യം. പക്ഷെ പോരാ. മലയാളം സ്പീക്കിംഗിൽ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റുകൾ വന്ന് വീട്ടിൽ മലയാളം അല്ലേ സംസാരിക്കുന്നത്? അതെ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ടി മലയാളം പറയുന്നത്? എന്തുകൊണ്ടാണ്? അതറിയില്ല. എന്താണ് അത് തെറ്റാണത്. അതാ അറിയില്ല എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. അത് ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. എന്തായാലും നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ശരി മാം, താങ്ക്സ്. നിതീഷിൻ്റെ വാർത്തയും നിതീഷ് എന്ന വ്യക്തിയെയും ആദ്യമായി കാണുകയാണ് നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് വീണയോട് ചോദിക്കാം. നിതീഷ് മൊത്തത്തിലൊരു കോമഡി കഥാപാത്രം പോലെ എനിക്ക് തോന്നിയത് വന്നപ്പം മുതൽ. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നിയത്, ആദ്യം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ മലയാളം പറയുന്നത്. പിന്നെ എനിക്ക് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ സാറ് പറഞ്ഞപ്പോഴും ഞാൻ കരുതി എന്നാൽ പുറത്ത് എവിടെയോ വർഷങ്ങളോളം പഠിച്ചിട്ട് ഇവിടെ പെട്ടെന്ന് വന്ന് ഈ അടുത്ത ഇടയ്ക്ക് എന്തോ വന്ന് താമസം തുടങ്ങി, അങ്ങനെ ആയിരിക്കാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മലയാളത്തെ നന്നായി സ്നേഹിക്കണം. നേരിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ക്ലിയർ ആകുന്ന പോലെ തോന്നുന്നുണ്ട്. അതിൽ ഇത്ര കൂടെ ക്ലാരിറ്റി ഇല്ല. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു എന്താണ് പറയുന്നത്, എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അതൊഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ള പുതിയ സംഭവങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വന്നതുകൊണ്ട് വായന എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പം മറന്നിരിക്കുകയാണ്. ബുക്കുകളൊക്കെ ഒരു സൈഡിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന് ഒരു എതിര് അല്ലെങ്കിൽ അതിനൊരു വഴികാട്ടി പോലെ ഇപ്പോഴും ഇങ്ങനെയുള്ള ലൈബ്രറികളും ഇങ്ങനെയുള്ള മഹാന്മാരുമുണ്ട് എന്ന് കാണിച്ചതിൽ അതിലൊരു കൗതുകം എനിക്ക് തോന്നി. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. ആദ്യ ഭാഗത്തെ 2 മത്സരങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർഡ് ബൈ ട്രിപ്പിൾ ഒരു ചെറിയ ഇടവേള. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർഡ് ബൈ ട്രിപ്പിൾ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. 2 മത്സരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അജയ് എസ് കുമാറിൻ്റെ മന്ത്രിക്കൊരു കത്തും അതുപോലെ നിതീഷിൻ്റെ കൗതുക വാർത്തയും. ഇനി സ്വന്തമായി കണ്ടെത്തിയ അഴിമതിയുടെ വിശദാംശങ്ങൾ വാർത്തയായി പറയാൻ എത്തുന്നു ഷഹ്സാദി. കോഴിക്കോട് ജില്ലയിലെ അഴിഞ്ഞിലം ടോൾ ബൂത്തിൽ ടോൾ നൽകുന്നവർക്കൊക്കെ മിഠായി ലഭിക്കും. ടോളിൽ 10 രൂപ നൽകിയാൽ 7 രൂപ 50 പൈസ ടോൾ ചാർജ് എടുത്ത് ബാക്കി 2 രൂപയും 50 പൈസയുടെ മിഠായിയും. ചിലപ്പോൾ 5 മിഠായി വരെ ലഭിക്കും.
നിർമ്മാണ തുകയുടെ 3 പിരിച്ചെടുത്തിട്ടും 15 വർഷത്തെ കരാർ കാലാവധി കഴിഞ്ഞിട്ട് വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുന്ന കരാറും ഈ ടോൾ ബൂത്തിന്റെ പ്രത്യേകതയാണ്. പ്രമുഖ ഘടകകക്ഷി നേതാവിന് ബിനാമി ബന്ധമുള്ള റിസോർട്ടിനെ സഹായിക്കാനാണ് ടോൾ എന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതുവഴി ഒന്നായിട്ട് ഹോൾസെയിൽ എടുക്കുന്ന സമയത്ത് ഇവർക്ക് നമ്പൻ ലാഭം ഉണ്ടാവണേ. പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മിഠായികളാണ് തരുന്നുണ്ടാവുക. അതാരും നോക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ചില്ലറ 50 പൈസയുടെ കാര്യത്തിൽ സർക്കാർ കാര്യമായിട്ട് ഇടപെടണം. ചില്ലറയ്ക്ക് പകരം മിഠായി നൽകുന്നത് മിക്കയിടത്തും പതിവാണ്. അഴിഞ്ഞിലും ടോൾ ബൂത്തിലൂടെ ഒരു ദിവസം ശരാശരി 10,000 വാഹനങ്ങളാണ് ടോൾ നൽകി കടന്നു പോകുന്നത്. അത്ര തന്നെ മിഠായികളും 50 പൈസയ്ക്ക് പകരം നൽകുന്നു. 10 വർഷത്തിലേറെയായി മിഠായി നൽകുന്നു. കരാറുകാരന്റെ ലാഭം ലക്ഷങ്ങൾ വരും. കേരളത്തിൽ മിക്കയിടത്തും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ചില്ലറയ്ക്ക് പകരം മിഠായി നൽകുന്നത്. നാളെ സർക്കാർ വക കറൻസികൾക്ക് പകരം ഒഫീഷ്യൽ മിഠായികൾ ഇറങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കോഴിക്കോട് നിന്നും ഷഹസാദി, സിറ്റിസൺ റിപ്പോർട്ടർ. ഞാനൊന്നും ചോദിക്കുന്നില്ല, വിധികർത്താക്കളോട് ചോദിക്കാം. ഹരിഷേട്ടാ. ഷഹസാദി, മിഠായി അഴിമതി, ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അത് ശരിയാണ്, എനിക്കറിയാം. അഴിഞ്ഞില ടോൾ ബൂത്ത് ഒരുപാട് കാലമായി അതിൻ്റെ ലാഭമൊക്കെ കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും ടോൾ പിരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇടയ്ക്ക് ചില ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഈ ടോൾ ബൂത്തിൻ്റെ കോൺട്രാക്ടറായിരുന്നു അപ്പുറം ഒരു ബൈപ്പാസ് റോഡിൻ്റെ പണി ഏറ്റെടുത്തിരുന്നത്. പക്ഷെ അത് വൈകിപ്പിച്ച് എല്ലാ വാഹനങ്ങളും ഈ ടോൾ ബൂത്തിലൂടെ കടത്തിവിടാൻ വേണ്ടി ആ ബൈപ്പാസിൻ്റെ പണി വൈകിപ്പിച്ചു എന്ന ആരോപണവും ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അന്വേഷിച്ചിരുന്നോ? അതിലേക്കൊന്നും പോയില്ല. ഈ മിഠായി കൊടുത്ത് വേറെ ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്ഥിരം ഇങ്ങനെ മിഠായി കിട്ടിയവർ ഒടുവിൽ 7,500 രൂപയ്ക്ക് പകരം കുറേ മിഠായി തിരിച്ചു കൊടുത്ത് ബഹളം ഉണ്ടായിട്ടുമുണ്ട്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ന്യൂസ് ഞാൻ ചെയ്തത് തന്നെ ജസ്റ്റ് ടോൾ ബൂത്തിനവിടെ പോയി കഴിഞ്ഞാൽ ആ വഴിക്ക് പോയാൽ ഒരുപക്ഷെ എന്തെങ്കിലും അഴിമതിയുടെ ഒരു കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പോയത്. പക്ഷെ ഒടുവിൽ കിട്ടിയത് മിഠായിയായി. മിഠായി കിട്ടിയപ്പം തിരിച്ചു വന്ന് ഒന്നും കൂടി തിരിച്ചു വന്നതാണ്. അങ്ങനെയാണ്. അപ്പം കാറിൽ വെച്ചൊരു ടോക്കിൽ പറഞ്ഞു ഇങ്ങനെ ഈ മിഠായി കൊടുത്തിട്ട് ഇവരുണ്ടാക്കുന്നത് എത്ര രൂപയായിരിക്കും എന്ന് പറഞ്ഞു. ഒന്നായിട്ട് ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പം ഭയങ്കര ലാഭമാണ് ഈ ടോൾ നടത്തിപ്പുകാരുണ്ടാകുന്നത്. 10 വർഷത്തിലേറെയായിട്ട് മിഠായി കൊടുക്കുന്നു. അത് നന്നായി. നോസ് ഫോർ ന്യൂസ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയതിന് ഷഹസാദയ്ക്ക് അഭിനന്ദനങ്ങൾ. നന്നായിട്ടുണ്ട്, സ്റ്റോറി കൊള്ളാം. പക്ഷേ പറഞ്ഞതുപോലെ ഈ മിഠായിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചുരുങ്ങിപ്പോയോ എന്ന് എനിക്ക് തോന്നി. ഈ ടോൾ എന്ന് പറഞ്ഞപ്പോൾ ഷഹസാദ് തന്നെ പറഞ്ഞല്ലോ, ടോൾ ബൂത്തുകളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ പലതും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതുവരെ ആരും ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതായിട്ടോ കാണുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മിഠായി ആണെന്നൊക്കെ പറഞ്ഞൊരു ബൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ടുണ്ട്. അത് നമ്മൾ റിപ്പോർട്ടർ പറയാത്തൊരു കാര്യമാണ് ആ ബൈറ്റിലൂടെ വരുന്നത് അല്ലേ. ടോൾ ബൂത്തുമായി ബന്ധപ്പെട്ടത് മിഠായിയുമായിട്ട് കണക്ട് ചെയ്ത ഒരു പുതുമയുള്ളൊരു സ്റ്റോറി. കൊള്ളാം. ഓൾ ദി ബെസ്റ്റ്. ഷഹസാദിയുടെ പേര് പോലെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ പറഞ്ഞ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ടോളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാര്യം കൂടി അല്ലത്. ടെക്സ്റ്റൈൽസിൽ ചെന്നാൽ കൂടി വലിയ വലിയ ടെക്സ്റ്റൈൽസ് കോടികൾ മുടക്കി പണിതിരിക്കുന്ന ടെക്സ്റ്റൈൽസിൽ പോലും ചെന്നാൽ ഇപ്പോൾ 1 രൂപയ്ക്ക് പകരം തരുന്നത് 2 രൂപയ്ക്ക് പകരം തരുന്നത് 4 മുട്ടായിയാണ് തരുന്നത്. ഞാൻ എന്നിട്ട് ചോദിച്ചത് ഇതിന് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ തന്നെ തന്നേ പറ്റും. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. പിന്നെ സാറിൽ എനിക്ക് പൈസ മതി, ഞാൻ മുട്ടായി തിന്നാറില്ല, എനിക്ക് പൈസ തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പൈസ എവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മറുപടി ഒന്നേ ഉള്ളൂ. എനിക്ക് തോന്നിയത് നമ്മൾ തന്നെ എനിക്ക് തിരിച്ചിങ്ങ് വാങ്ങിക്കുക. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എങ്കിലും കുറച്ചുകൂടി ഇതിലും വലിയ 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 അഴിമതികൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും കൂടി എടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു എന്നെനിക്ക് തോന്നി. എനിവേ നന്നായി ചെയ്തു, ഗുഡ് ജോബ്. മധുരിക്കുന്ന അഴിമതി മധുരമുള്ള കമൻറ്റുകൾ തന്നെ നേടിത്തന്നു ഇല്ലേ. ഓൾ ദി ബെസ്റ്റ്. 3 മത്സരങ്ങളും കഴിഞ്ഞു. ഇനി മാർക്കറിയുവാനുള്ള കാത്തിരിപ്പാണ്. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. മാർക്കറിയുവാനുള്ള കാത്തിരിപ്പിന് അവസാനമാകുന്നു. മാർക്കറിയാൻ കാത്തിരിക്കുന്ന മത്സരാർത്ഥികളെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. 2ാം റൗണ്ടിലെ ആദ്യ മത്സരത്തിലാണ് നിങ്ങൾ 3 പേരും പങ്കെടുത്തത്. ഇനിയും 2 മത്സരങ്ങൾ കൂടിയുണ്ട്.
രണ്ട് തരത്തിലുള്ള വാർത്തകൾ കൂടി നിങ്ങൾക്ക് ചെയ്യാം. ഷെഹസാദിക്ക് കൗതുക വാർത്ത ചെയ്യാം, മന്ത്രിക്ക് ഒരു കത്ത് ചെയ്യാം. നിതീഷിന് മന്ത്രിക്കൊരു കത്തും ഒരു അഴിമതി വാർത്തയും ചെയ്യാം. അജയ്ക്ക് ഒരു കൗതുക വാർത്തയും ഒരു അഴിമതി വാർത്തയും പുറത്തു കൊണ്ടുവരാം. ഏതായാലും ഈ വാർത്തകൾ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടിത്തന്നു നോക്കാം. ഹരീഷേട്ടാ 3 പേരുടെ മാർക്ക്. അജയ് സർ, മന്ത്രിയുടെ മേശപ്പുറത്തുള്ള ഒരു പോലീസ് റിപ്പോർട്ട് വീണ്ടും എടുത്തെഴുതി ഒരു കത്താക്കി അദ്ദേഹത്തിന് തന്നെ അയച്ചു കൊടുത്ത അജയന് തീർച്ചയായിട്ടും മാർക്ക് കുറയും അല്ലേ? 6.5. പരമേശ്വരൻ ചേട്ടനെ കൗതുകത്തോടുകൂടി സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ച നിതീഷിന് 7 മാർക്ക്. 7.5. അനുജ. അജയ് 7 മാർക്ക്. നിതീഷ് 7 മാർക്ക്. ഷെഹസാദി 7.5 മാർക്ക്. അജയ്ക്ക് ഞാൻ 7 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. നിതീഷിന് 7.5. ഷെഹസാദിക്ക് 7.5. അജയ്, നിതീഷ്, ഷെഹസാദി, ഈ പുതുവത്സരം നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങളും അറിവുകളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും വിധികർത്താക്കൾക്കും പുതുവത്സരത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർഡ് ബൈ IIIQവിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. ഇനി നിങ്ങളുടെ ഊഴം.